തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ പ്രതികൂട്ടിലാക്കി തനിക്ക് ലഭിച്ചത് ചെമ്പ് പാളിയെന്ന് ആവർത്തിച്ച് സ്പോൺസർ ഉണ്ണികൃഷ്ണൻ പോറ്റി. അന്വേഷണം നടക്കട്ടെ എന്നാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റിന്റെ മറുപടി. എന്നാൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വാദങ്ങളെ തള്ളുകയാണ് രേഖകൾ. 1999 തന്നെ സ്വർണം പൊതിഞ്ഞിരുന്നതായുള്ള മഹസറും രജിസ്റ്ററും ദേവസ്വം വിജിലൻസ് ഹൈക്കോടതിയിൽ സമർപ്പിച്ചു. തനിക്ക് തന്ന രേഖകൾ പ്രകാരം പാളികൾ ചെമ്പാണ്. അതിനു മുകളിൽ സ്വർണമുണ്ടെന്ന് അറിയില്ലായിരുന്നു. പീഠം സുഹൃത്തായ വാസുദേവന്റെ പക്കലുണ്ടെന്ന് പിന്നീടാണ് അറിഞ്ഞത്. വാസുദേവനെ സംരക്ഷിക്കാനാണ് അത് മറച്ചുവെച്ചതെന്നാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി പറയുന്നത്. എനിക്ക് തന്ന ഡോക്യുമെന്റ് ചെമ്പെന്നാണ്, മഹസറിനകത്തും അതാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇപ്പൊ ഞാനൊരു സാധനം തരുമ്പോൾ എനിക്ക് തന്നിരിക്കുന്നതിനെ അടിസ്ഥാനപ്പെടുത്തിയല്ലേ എനിക്ക് പറയാൻ കഴിയുള്ളൂ. മുൻപ് ഇങ്ങനെ ഒരാൾ ചെയ്തിരുന്നു എന്നും അതിൽ ഇങ്ങനെമാതിരി ഗോൾഡ് ഉണ്ടായിരുന്നു എന്നൊക്കെ ഞാനും അറിയുന്നത് ഈ സമയത്താണ്. 2019 ഇടപാടുകളിൽ അന്വേഷണം നടക്കട്ടെ. 2025 സ്വർണം പൂശാൻ കൊണ്ടുപോയതിൽ ചെറിയ വീഴ്ച മാത്രമാണ് പറ്റിയതെന്നും ദേവസ്വം പ്രസിഡന്റ് എന്റെ കാലഘട്ടമുള്ള കാര്യങ്ങൾ അന്വേഷിക്കട്ടെ, കോടതി സമഗ്രമായി അന്വേഷിക്കട്ടെ, അല്ലെന്ന് ഞങ്ങൾക്കൊരു മടിയുമില്ല. ദേവസ്വം വിജിലൻസ് പിടിച്ചെടുത്ത് ഹൈക്കോടതിയിൽ സമർപ്പിച്ച 1999 രജിസ്റ്ററും മഹസറിലും സ്വർണം പൊതിഞ്ഞു എന്നത് വ്യക്തമാക്കുന്നു. 99 മെയ് 4 സ്വർണം പൊതിഞ്ഞത് തിരികെ സ്ഥാപിക്കാൻ ദേവസ്വം സെക്രട്ടറി അനുമതി കൊടുത്തതും 99 മാർച്ചിലെ ദേവസ്വം കമ്മീഷണറുടെ കത്തും പോറ്റിയുടെ വാദങ്ങൾ തള്ളുകയാണ്. വിജയ് മല്യയുടെ UB ഗ്രൂപ്പിനു വേണ്ടി 52 ശില്പികൾ ചേർന്നാണ് 98 സ്വർണം പൊതിയാനുള്ള ജോലികളിൽ ഏർപ്പെട്ടത്. അന്ന് സ്വർണം പൊതിഞ്ഞ ജോലി ചെയ്ത ചെന്നൈയിലെ JJN ജ്വല്ലറിയിലെ ജീവനക്കാരൻ മാന്നാർ സ്വദേശിയാണ് ദേവസ്വം വിജിലൻസിന് നിർണായക മൊഴി നൽകിയത്. 2 ദ്വാരപാലക ശില്പങ്ങളിലായി 800 ഗ്രാം സ്വർണം പൂശിയെന്നാണ് മൊഴി. മീഡിയ 1 തിരുവനന്തപുരം.